ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വേവ്. ഇതേപോലെ ഒരു എളുപ്പത്തിലൊരു ടോപ്പ് തുന്നിയെടുത്താലോ. കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഇതൊരു 5 വയസ്സായ മോൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ സീക്വൻസ് മെറ്റീരിയലാണ് നമ്മൾ മെയിൻ ക്ലോത്തായിട്ട് യൂസ് ചെയ്യുന്നത്. താഴെ നമ്മൾ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റിൻ ക്ലോത്താണ്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിനെ നമുക്ക് ആദ്യം ഒന്ന് മടക്കിയിടാം. അപ്പോൾ ഞാനിതവിടെ 4 പീസസ് വരുന്നുണ്ട്, അതായത് 2 ആക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ടോട്ടൽ 20.5 ഇഞ്ചാണ് എടുക്കുന്നത്, സീം അലവൻസ് അടക്കം. എന്നിട്ട് അതൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് ലൈനാക്കി വരയ്ക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഷോൾഡർ ജോയിനിങ്ങിനുള്ള ലൈൻ കൂടി ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ താഴേക്ക് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ 5.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ നെക്ക് വെട്ട് കൊടുക്കുന്നത് 2.25 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ 2.5 ഇഞ്ച് വരും. അതുപോലെ ഒരു 1/4 ഇഞ്ച് നമ്മളൊരു ഷോൾഡർ സ്ലോപ്പിന് കൊടുത്ത ശേഷം ഞാനൊരു 5.25 ഇഞ്ചിലാണ് ആം ഹോള് താഴേക്ക് വരച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, കാരണം അത് ഞാൻ അടയാളപ്പെടുത്തുമ്പോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ട് ഇതാ ഷോൾഡർ 5.5, നെക്ക് വിഡ്ത്ത് 2.25, നമ്മളൊരു 1/4 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. 5.25 ഇഞ്ചിൽ നമ്മളുടെ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ചാണ്. എപ്പോഴും ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുക, അതിൻ്റെ 4 ഭാഗം കാണുക. നിങ്ങൾക്ക് 3/4 തൊട്ട് 1.5 ഇഞ്ച് വരെ ലൂസിന് വേണ്ടി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷമാണ് 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ലൂസ് വേറെയാണ്, സീം അലവൻസ് വേറെയാണ്. ഇതെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി 9.5 ഇഞ്ചിൽ നമ്മളെ വേസ്റ്റ് റൗണ്ട് 6 ഇഞ്ചും 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. അതേപോലെ നമ്മളൊരു ചെറിയൊരു സ്ലിറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്, പ്ലസ് 1 ഇഞ്ചാണ് അവിടുത്തെ സീം അലവൻസ്. 7.5 ഇഞ്ചാണ് പ്ലസ് 1 ഇഞ്ച് നമ്മൾ അവിടുത്തെ സീം അലവൻസ് ആയിട്ടും താഴത്തെ ബോട്ടം വിഡ്ത്തായിട്ട് കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. അവിടെയും നമ്മൾ 1 ഇഞ്ച് മാത്രമാണ് സീം അലവൻസ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം നമുക്കൊന്ന് ആം ഹോള് വരച്ചെടുക്കാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ലൈനിൻ്റെ മിഡിൽ പോർഷൻ കാണുക. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒന്നിങ്ങനെ ചെരിച്ച് വരച്ചെടുക്കുക. അതുപോലെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോളും കൂടി വരച്ച ശേഷം ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. മെഷർ ചെയ്ത് നോക്കുന്നത് ബോഡിയിൽ നിന്ന് എടുക്കുന്ന ആം ഹോളിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് ചേർക്കണം. അതിൻ്റെ പകുതി നമുക്കിവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. ഇത് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുത്തത് 2.25, നെക്ക് ഡെപ്ത്ത് കൊടുത്തത് 2.25. ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു യു കട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോച്ചസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ബാക്ക് നെക്കിൽ ഒരു 2.5 ഇഞ്ച് ഇറക്കിയിട്ട് നമ്മളിതുപോലെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലയൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ടാവാതെ ഈസി ആയിട്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്കിതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീ ത്രൂ ആയിട്ടുള്ള ഫാബ്രിക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സാറ്റിൻ ക്ലോത്തിൻ്റെ പുറമേ നമുക്കൊരു കോട്ടൺ ലൈനിങ് കൂടി അകത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ നെക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് നമ്മൾ ഈ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മുഴുവൻ ലെങ്ത്തിൽ വെക്കുന്നില്ല, കുറച്ച് മാത്രം ഞാനൊരു പീസ് എടുത്ത് വെക്കുകയാണ്. അതും എനിക്ക് പിങ്ക് കളർ ക്ലോത്ത് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ഓഫ് വൈറ്റ് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 ലൈനിങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് വെക്കുന്ന രീതി മാത്രമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളുടെ സാറ്റിൻ്റെ നല്ല വശം നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ, അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ വെച്ചു. ഇനി ഈ ഒരു കോട്ടൺ ലൈനിങ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം നെക്കും ആം ഹോളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ നമ്മൾ നെക്കും ആം ഹോളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഞാനിത് വേറെ കളർ തുണി ഇട്ടിട്ട് നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുക, ആം ഹോളിൽ നോച്ചസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് തിരിച്ചെടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഉള്ളിലെ പീസ് ഉണ്ടല്ലോ അത് ഇപ്പോൾ തന്നെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു 2-3 സൂചി ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് നെക്കിൻ്റെ അവിടെ തന്നെ നമ്മൾ ഒരു 2.5 ഇഞ്ച് താഴ്ത്തി ഹുക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൂടി നമ്മൾ കൈയോടെ ഇപ്പം തന്നെ അങ്ങോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
ഇനി എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് പോർഷൻ തിരിച്ചെടുക്കണ്ട, കാരണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് നമ്മളത് തിരിച്ചെടുക്കാനും പതിച്ചടിക്കാനും ഒക്കെ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ബാക്ക് വശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല, നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതിൻ്റെ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ നിവർത്തി വയ്ക്കുക. ഇനി ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരുന്ന പോലെ നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. നല്ല വശവും ഒരേ സൈഡിലേക്ക് വരണം, അത്രമാത്രം ആലോചിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ്റെ നല്ല വശം. അതിലേക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ ആ ചെറിയ ലൈനിങ്ങിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കയറ്റി ഒന്ന് ഇതുപോലെ വെക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സീം അലവൻസ് കാണാത്ത രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെയുള്ള പണി എന്ന് പറയുന്നത് സൈഡുകൾ ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ താഴെ ഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ്, ലൈനിങ്ങിൻ്റെയും നല്ല വശത്തിൻ്റെയും. അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ സ്ലിറ്റ് ഞാൻ ലാസ്റ്റ് ടൈം ആയപ്പോൾ സ്ലിറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നേരെ എ ലൈൻ പോലെ അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ടോപ്പിന് പറ്റിയൊരു പാൻറ്റ് നമുക്ക് ചെയ്തെടുക്കണം. അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു, ബൈ.